പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അവസാനം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 30-ാം തീയതി നോട്ടിഫിക്കേഷൻ നമ്മുടെ സൈറ്റുകളിൽ നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകളിൽ വന്നിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS അടക്കമുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഫിഷറീസ് ഓഫീസറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഷറീസ് ഓഫീസറിന്റെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നിലവിലെ നിയമന നില എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിലബസ്, ഫിഷറീസ് ഓഫീസറിന്റെ സിലബസ് എന്താകും എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് തന്നിട്ടുണ്ട്. അവസാനം നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ 30-ാം തീയതി ഒക്ടോബർ 30-ന് നേരത്തെ തന്നെ കേരള PSC പ്രഖ്യാപിച്ചു 30-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമെന്ന്. അങ്ങനെ കൃത്യമായി 30-ാം തീയതി ഈവനിങ് നോട്ടിഫിക്കേഷനും വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് കാറ്റഗറി നമ്പർ എത്രയാ വന്നേക്കുന്നത് നോക്കിയേ. ഏത് കാറ്റഗറി നമ്പർ പ്രകാരമാണ് നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നോക്കിയേ. അപ്പൊ കാറ്റഗറി നമ്പർ 416 ആണ് കേട്ടോ. കാറ്റഗറി നമ്പർ 416/2025 പ്രകാരമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നെയിം ഓഫ് ദ പോസ്റ്റ് ഫിഷറീസ് ഓഫീസർ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്കറിയാം, ഫിഷറീസ് ഓഫീസർ പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് ദ പേ 35,600 to 75,400 ആണ്. ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. നമുക്കറിയാം, ഒരു ബിരുദ നിലവാരത്തിലുള്ള പരീക്ഷയാണ്. ബിരുദക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിരുദം നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. 35,600 to 75,400 ആണ് എന്ത് നമുക്ക് നോർമലി വന്നിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ വന്നേക്കുന്നത് എത്ര? 35,600 to 75,400 ആണ് ബേസിക് പേ സ്കെയില്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഒഴിവുകൾ 28 ഒഴിവുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് ആന്റിസിപ്പേറ്റഡ് ഒഴിവുകൾ എണ്ണപ്പെട്ടിട്ടില്ല. അപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ പരീക്ഷ, നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ഇട്ട് അതിനുശേഷം നമുക്ക് അതിന് ശേഷമുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അടക്കമുള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. നമുക്കറിയാം, ജനറൽ കാറ്റഗറിക്ക് 18 to 36 ആണ് ഏജ് ലിമിറ്റ്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 and 1/1/2007 both the dates included are eligible to apply for the post with the usual relaxation to scheduled castes, scheduled tribes and other backward communities. നമുക്കറിയാം, കോമൺലി നമുക്കറിയാം എന്താണ്, 18 to 36 ആണ് ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റ്. ജനറൽ കാറ്റഗറിക്കാരനെ നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/1/1989 1/1/2007 മധ്യ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ OBC വിഭാഗക്കാർക്ക് നമുക്കറിയാം 3 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ട്. അപ്പോൾ OBCക്കാർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 39. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ട്. അവർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഈ ഡേറ്റുകളിൽ നിങ്ങൾ തന്നെ ചേഞ്ച് വരുത്തിക്കോണം. SC/ST OBC കാൻഡിഡേറ്റ്സ് ഈ ഡേറ്റിൽ മാറ്റം ഉണ്ടാവും. അവർ ആ ഡേറ്റ് വെച്ചിട്ട് വേണം നിങ്ങളിൽ എലിജിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് നോർമലി ഇങ്ങനെയാണ്: 18 to 36, 39 വയസ്സിൽ OBC, 41 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സ്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻസ്. ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നോർമലി നമുക്കറിയാം ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് നോർമലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സുവോളജിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ആരുണ്ടായിരുന്നു, സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നോക്കിയേ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസിൽ ഡിഗ്രി ഉള്ളവർ, BFSC നോട്ടിക്കൽ സയൻസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഉള്ള ആളുകൾ, മാരികൾച്ചർ അല്ലെങ്കിൽ മറൈൻ ബയോളജി അല്ലെങ്കിൽ കോസ്റ്റൽ അക്വാകൾച്ചർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്,
aquaculture and fishery biology, applied fisheries and aquaculture, fish processing technology and aquaculture അല്ലെങ്കിൽ aquaculture engineering അല്ലെങ്കിൽ സുവോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഫിഷറീസിലെ മുഴുവൻ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവരാരും ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ BFS ഈ ബാച്ചലർ ഓഫ് ഫിഷറീസിലെ ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു നോളജ് ഉണ്ട്. എന്താണ് ഫിഷറീസ് ഓഫീസറെ വിളിക്കും, ഫിഷറീസ് ഓഫീസറെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിഷറീസിലെ ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള അവർക്കൊരു തോന്നലുണ്ട്. പക്ഷേ സുവോളജിക്കാർ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടും കഴിഞ്ഞ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുവോളജിക്കാരെ സംബന്ധിച്ച് അവർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്, നല്ലൊരു പോസ്റ്റാണ്. സുവോളജിക്കാർക്ക് സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും സുവോളജിയിൽ MSc സുവോളജി ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണെന്ന് കൃത്യമായി പറഞ്ഞു. സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക ഫിഷറീസ് ബാച്ചലർ ഓഫ് ഫിഷറീസ് പഠിച്ച ആളുകൾക്കൊക്കെ പല ഡിഗ്രികളുണ്ട്, ആ ഡിഗ്രികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി ലാസ്റ്റ് ഡേറ്റ്, ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 3/12 ആണ്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാം പ്രൊഫൈലിൽ ഇപ്പോൾ എന്തുണ്ട് നമ്മുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് വിടുക കേട്ടോ, അപ്ലൈ ചെയ്ത് വിടുക. അതിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മാസ്റ്റർ കെ അക്കാഡമി ഫിഷറീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നോർമലി ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഒരു പോസ്റ്റൊക്കെ വന്നപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെ പഠിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്, എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാൻ വയ്യ, സിലബസ് എന്താണെന്ന് അറിയാൻ വയ്യ, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാസ്റ്റർ കെ അക്കാഡമി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോഴ്സ് ഈ വീക്കിൽ നമ്മുടെ നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ കോഴ്സും ആരംഭിക്കുകയാണ് ഫിഷറീസ് ഓഫീസറിന്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാം. വളരെ ചിട്ടയായിട്ട് സ്റ്റഡി പ്ലാനുകളൊക്കെ വെച്ച് പഠിച്ച് നമുക്ക് ഓരോ മൊഡ്യൂൾസ് കവർ ചെയ്ത് ചിട്ടയായി പഠിച്ച് നമുക്ക് എവിടെ എത്തില്ല, ഒരു സിലബസ് കവർ ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ വെബിനാറിനെ സംബന്ധിച്ച് വെബിനാറിൻ്റെ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി ഇവിടെ കയറുക, ആ ഒരു ഗ്രൂപ്പിൽ കയറുക കേട്ടോ. ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അത് ആ ഗ്രൂപ്പിൽ അതിനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ വന്നോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സ്റ്റഡി സ്ട്രാറ്റജീസ് അടക്കം ഞങ്ങളുടെ അധ്യാപകർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫിഷറീസ് ഓഫീസർ അറിയാലോ, നമുക്ക് അത്യാവശ്യം ഇതിന് മുകളിലോട്ടൊരു നമുക്ക് ഫിഷറീസ് ഓഫീസറായിട്ടൊക്കെ നമുക്ക് ജോയിൻ ചെയ്താൽ ഒരു ഗസറ്റഡ് പോസ്റ്റ് FEO എന്ന് പറയും, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. ആ ഗസറ്റഡ് പോസ്റ്റിലൊക്കെ നമുക്ക് എളുപ്പം എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഫിഷറീസ് ഓഫീസറിൻ്റെ പോസ്റ്റ്. അത്യാവശ്യം ഒരു ഡിഗ്രി ലെവൽ ഒരു അത്യാവശ്യം നല്ലൊരു ജോലിയാണ്. സുവോളജിക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന നിങ്ങളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ വെബിനാർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാസ്റ്റർ കെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കാം. ബാക്കിയുള്ള ഗൈഡൻസ് ഒക്കെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഞങ്ങളുടെ വെബിനാർ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.